Right from the beginning, since 2018, Alliance started ചെയ്ത അന്ന് മുതൽ, if there's one thing Alliance has never compromised on, is providing the best quality in what we deliver. അങ്ങനെ ഞങ്ങളുടെ അക്കാഡമിക് ക്വാളിറ്റി എല്ലാ വർഷം തോറും ബെറ്റർ ആക്കാൻ വേണ്ടി ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് അലയൻസ് കഴിഞ്ഞ 6 വർഷങ്ങളിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റുഡൻറ്റ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ACCAയ്ക്കും CAയ്ക്കും CMA US-നും ഒക്കെ ആയിട്ട് ഇതേ കോഴ്സസ് സെപ്പറേറ്റ്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പാർട്ട്ലി അല്ലെങ്കിൽ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് സെപ്പറേറ്റ്ലി ഈ ഓരോ കോഴ്സസിനും അലയൻസിലുണ്ട്. ഓൾമോസ്റ്റ് 20+ മെൻറ്റേഴ്സ് ഇന്ന് അലയൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദിസ് ഹോൾ ഐഡിയ ഓഫ് മെൻറ്റർഷിപ്പ് ഇസ് വെരി സിമ്പിൾ. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഫാക്കൽറ്റിക്ക് പുറമെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് അയാൾ പഠിക്കുന്ന സമയത്ത്, അതിപ്പോൾ രാത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം ആയിക്കോട്ടെ, ക്ലാസ്സിന് ശേഷമുള്ള സമയം ആയിക്കോട്ടെ, അപ്പോഴൊക്കെ സമീപിക്കാനും ചെന്ന് ഡൗട്ട്സ് ക്ലാരിഫൈനും ചെയ്യാനായിട്ടൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ അവരുടെ ലേണിംഗ് എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം മെച്ചപ്പെടുത്തുക. 2, പ്രത്യേകിച്ച് ഈ ACCA K ലെവൽ പോലെയുള്ള ഫസ്റ്റ് പ്രൊഫഷണൽ എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര രീതിയിലുള്ള എക്സാം പ്രഷർ അനുഭവപ്പെടാറുണ്ട് എക്സാമിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള സമയത്ത്. സോ ആ രീതിയിലുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടെ ഇവർക്ക് എൻഷുർ ചെയ്യാം. ഇത് രണ്ടിനും വേണ്ടിയിട്ട് മെൻറ്റേഴ്സ് ടയർലെസ്ലിയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു പരിധിയിൽ അപ്പുറം തന്നെ വളരെ നന്നായിട്ട് ഈ 2 ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമുക്ക് കിട്ടിയ റാങ്ക്സ് കിട്ടിയ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഫാക്കൽറ്റിയുടെ അത്ര തന്നെ അവർക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ആളുകൾ മെൻറ്റേഴ്സ് ആണെന്നാണ്. മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓരോ എക്സാം നടക്കുമ്പോഴും ആ എക്സാമിൽ വരുന്ന റിസൾട്ടിൻ്റെ വലിയൊരു ഔട്ട്കമ്മിൻ്റെ ക്രെഡിറ്റ് ഫാക്കൽറ്റി കൂടാണ്ട് വലിയൊരു ഭാഗം മെൻറ്റേഴ്സിനാണ് പോകുന്നത്. കാരണം ഒരു കാര്യം ഏതെങ്കിലും ചെറിയ ഡൗട്ടാണെങ്കിലും അത് എത്ര തവണ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുതരും. അത് ഒരിക്കൽ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര തവണ ഇരുന്ന് പറഞ്ഞിരുന്നതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഞാൻ BT ചെയ്തുമ്പോൾ ലാസ്റ്റ് 3 ദിവസം ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കി തരാൻ സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളടുത്ത് ഭയങ്കര ഇൻഫോർമലായിട്ട് നമ്മൾ കൂടെയുള്ള ഒരാൾ പോലെയായിട്ട് നമ്മളടുത്ത് നിന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. അങ്ങനെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പഠിക്കാനും ഭയങ്കര യൂസ്ഫുള്ളാണ്. FAയും BTയും 2 സബ്ജക്റ്റ് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ് വന്നുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. ആ ടൈം ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായാലും അതിന് വരുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായാലും നമ്മൾ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ സാറുമാർ ഏത് സമയത്തായാലും വിളിച്ചാലും എങ്ങനെയായാലും വാട്സപ്പിലൂടെ ആയാലും അപ്പം തന്നെ മറുപടിയൊക്കെ തരും. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇവിടെ ഇരിക്കാറുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. അത് ലൈക്ക് മെൻറ്റേഴ്സ് പറയുമ്പം അത്രയും സപ്പോർട്ടീവായിട്ട് തന്നെയാണ് അലയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സയൻസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ കൊമേഴ്സിൻ്റെ കുറേ ബേസിക്സും, ഇപ്പോൾ കൊമേഴ്സ് വേർഡ്സ് ഉണ്ട്, അപ്പോൾ അക്കൗണ്ട്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതിനെക്കുറിച്ചൊന്നും വലിയ നോളജും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ മെൻറ്റേഴ്സ് ആയാലും ഫാക്കൽറ്റി ആയാലും നമ്മൾ അവരോട് ചോദിച്ചിട്ടാണ് ഇതിനെക്കുറിച്ചും കൊമേഴ്സിൻ്റെ ഒരു ബേസും കാര്യങ്ങളെല്ലാം അവർ ത്രൂ ആണ് ഇത്രയും സുഖത്തിൽ പഠിച്ച് വരാൻ കഴിഞ്ഞത്. ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് കഴിഞ്ഞാലും കുറേയൊക്കെ ഡൗട്ട് വരും. അത് പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് കൂടും. ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻറ്റേഴ്സ്. ഞാൻ അലയൻസിലേക്ക് വരാൻ തന്നെയുള്ള ഒരു റീസൺ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടാണ്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ അലയൻസ് ചൂസ് ചെയ്തത്. അത് ഇവിടെ വന്നിട്ടാകുമ്പോൾ അതിലൊരു തെറ്റും തോന്നിയിട്ടില്ല. സ്റ്റഡി ക്യാമ്പിൽ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ മെൻറ്റേഴ്സ് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻസ് ആയാലും ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും പിന്നീടും ഡൗട്ട് വരിക ചെയ്യുമ്പോൾ. അപ്പോൾ അതും ഒന്നും കൂടെ പറഞ്ഞിരുന്നാലും നേരെ ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. അത്രയും നല്ല മെൻറ്റേഴ്സാണ്. ഞാൻ ACCA പ്രൊഫഷണൽ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലയൻസിൽ മെൻറ്ററായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ അഫിലിയേറ്റായി. ഞാനിപ്പോഴും ഇവിടെ ഉണ്ട്. എനിക്ക് ഫ്യൂച്ചറിൽ ഇവിടെ തുടരാനാണ് താല്പര്യം. അപ്പോൾ അലയൻസിൽ ഹാപ്പി ആണോ എന്നുള്ള ചോദ്യത്തിന് അതാണ് എൻ്റെ ആൻസർ. ടീച്ചിങ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണലി അവരുടെ ഡൗട്ട്സൊക്കെ ഇങ്ങനെ നിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏത് സമയത്തും പിള്ളേർക്ക് നമ്മളെ വിളിക്കാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സമയത്താണെങ്കിൽ അവർ നമുക്ക് നേരിട്ട് അടുത്ത് വന്നിരിക്കും. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് അത് എപ്പോഴാണെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും ലേറ്റ് നൈറ്റ് ഇരുന്നിട്ട് വരെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് ആ സാധനം മനസ്സിലായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് വരുന്ന ദിവസം അവർ ആ ഫോട്ടോ എടുത്ത് സാറേ പാസ്സായി എന്ന് പറയുമ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതാണ് ഈ റോളിൻ്റെ ഏറ്റവും വലിയൊരു സുഖവും. അതുകൊണ്ട് തന്നെ അലയൻസിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മെൻറ്ററിങ് എന്ന് ചെയ്യുന്ന പരിപാടി ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.